മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. എൻ്റെ ഈശോയെ, കൊച്ചി കണ്ണാടി പൊട്ടിച്ചല്ലോ. അവനെ ഓരോ ദിവസവും ഓരോ കുസൃതി ഒപ്പിക്കും. ഞാൻ ഇനി എങ്ങനെയാണ് ഈ കണ്ണാടിയും കൊണ്ട് പോണത്? ഇന്നാണെ വാർഷികവും. എന്ത് ചെയ്യും? ക്ലാരമ്മേ, ആൻചേച്ചിയോ? എന്നെ ഈ ദേഷ്യപ്പെടുന്നേ? എൻ്റെ ആൻചേച്ചി, എൻ്റെ ഈ കണ്ണാടി കൊച്ചെടുത്ത് പൊട്ടിച്ചു. എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഇതെന്നെ വേഷം? അയ്യോ ആൻചേച്ചി, ഇന്ന് ഞങ്ങളുടെ ഇടവക ദിനത്തിന്റെ മാർഗംകളിയുണ്ട്. ആനുവൽ ഡേക്കാണ്. അതെ, ആനുവൽ ഡേ. അപ്പൊ നിങ്ങൾ ഒത്തിരി പേരുണ്ടോ? ഞങ്ങൾ 10 പേരുണ്ട്. ചട്ടമുണ്ടൊക്കെ എടുത്താ എല്ലാരും അവരവരുടെ വീട്ടിൽ നിന്ന് ഒരുങ്ങി വരാമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ? ഓ, ഭംഗിയുണ്ട് കേട്ടോ. എനിക്കൊന്ന് സാരി എടുത്ത് കാണണേലും നല്ലത് ഇങ്ങനെ കാണുവാന്നാ തോന്നുന്നത്. ആ സമയത്ത് തന്നെ ആൻചേച്ചി വന്നല്ലോ. അതെ, എനിക്ക് തോന്നുന്നതാണ് പണ്ടത്തെ ഈ വേഷമൊക്കെ കാണുമ്പോഴേ ആ ക്രിസ്തീയ കുടുംബങ്ങളിലെ സ്ത്രീകളെ കാണുമ്പോൾ അറിയാം ഇവര് കത്തോലിക്ക കുടുംബത്തെ അല്ലെ സ്ത്രീകളെ കാണുമ്പോൾ അറിയായിരുന്നു, വേഷം കൊണ്ട് അറിയായിരുന്നു. ഇനിയിപ്പോ അതൊന്നും മനസ്സിലാകാല്ലേ? അതെ, ഇപ്പൊ വംശനാശം വരുന്നത് പോലെ ഈ വസ്ത്രനാശം വന്നോണ്ടിരിക്കുക. ഇപ്പൊ ചട്ടയും കൊണ്ട് കൊടുത്താൽ നമ്മുടെ പള്ളിക്കകത്ത് പോലും കാണാൻ വളരെ അപൂർവം. അതെ, ഇനിയിപ്പോ ദേഷ്യമൊക്കെ പോട്ടെ, സാരമില്ല. ഇനിയിപ്പോ ഒരെണ്ണം അടുത്തത് മേടിച്ചാൽ മതി. ഇനിയിപ്പോൾ വേറെ കണ്ണാടി വേണോ അതോ വെച്ചാൽ പറ്റിയല്ലോ? അല്ലേ, വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതെ, വായിക്കാനൊന്നുമില്ലോ, കളിക്കാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കണ്ണാടി ഇല്ലേലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇച്ചിരി പൊട്ടിയുള്ളെങ്കിൽ അതങ്ങ് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. അത് വേണ്ട അഞ്ചേച്ചി, അഞ്ചേച്ചി ഇരിക്കും. ഏതായാലും ഇരിക്കാം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ വേറെ? ഓ, എന്ത് വിശേഷങ്ങളാ, ഇതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ ഓരോരോ ഇടവക പരിപാടികൾ. സമയമുണ്ടല്ലോ അല്ലേ? ഇച്ചിരി കഴിഞ്ഞല്ലേ പോവുള്ളൂ? ഇച്ചിരി കഴിഞ്ഞോളൂ. ഞാൻ നേരത്തെ അങ്ങ് ഒരുങ്ങി നിന്നേ ഉള്ളൂ. അതെ അല്ലേ? ഈ കണ്ണാടി പോയതിൻ്റെ വിഷമമൊക്കെ അങ്ങ് മാച്ച്. കളിക്കാനൊക്കെ പോകുമ്പോൾ നല്ല സന്തോഷമായിട്ട് പോകണ്ടേ? ഇപ്പം ഏതായാലും പെൻഷനൊക്കെ ഉണ്ടല്ലോ, ഒരു കണ്ണാടി മേടിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാണിച്ച് അല്ല, നല്ല സന്തോഷമായിട്ട് ഇരുന്നായിരുന്നു. അപ്പോഴാണ് ഇത് പൊട്ടിപ്പോയോണ്ട് ഇനിയിപ്പോൾ നമുക്കത് വായിക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ ഇത് മാറേണ്ടി വരുമായിരിക്കും. അത് സാരമില്ലെന്നേ, വിഷമിക്കാതെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കണ്ടോ, മനസ്സിലായില്ലേ? ഈ കണ്ണട നമുക്കില്ലെങ്കിലേ നമുക്ക് പറ്റുമോ വായിക്കാനിപ്പം? വായിക്കാൻ പറ്റില്ല, പക്ഷെ അല്ലാണ്ട് കുഴപ്പമില്ല. എന്നാലും വായിക്കാൻ പറ്റില്ല. വായിക്കാൻ പറ്റിയല്ല. ടി വി കാണണേലും കണ്ണാടി വേണം. കണ്ണാടി വേണം. കണ്ണാടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് കണ്ണാടിയുണ്ട് അല്ലേ? ഇത് നമ്മൾ മൂക്ക വയ്ക്കുന്ന, പണ്ട് കാരണവന്മാരൊക്കെ പറയല്ലേ മൂക്ക് കണ്ണാടി അല്ലേ? കണ്ണാടി എന്നായിരുന്നു പറയണത്. മിററുണ്ട് നമുക്ക് അല്ലേ? നമ്മൾ കണ്ണാടി അല്ലാണ്ട് നമ്മളെ നോക്കി കാണുന്ന കണ്ണാടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണടയാണ് അല്ലേ? കണ്ണട. ഈ കണ്ണടയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലതായിട്ട് ഇരുന്നപ്പോൾ നമുക്ക് നന്നായിട്ട് വായിക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വായിക്കും. ഇത് എന്തിനാണ് നമ്മൾ വെക്കുന്നത്? നമുക്ക് വായിക്കാൻ ക്ലിയർ ആയിട്ട് കാണാൻ. അതായത് നമ്മുടെ കണ്ണിന്റെ പവർ കുറഞ്ഞു അല്ലേ? കണ്ണിന്റെ പവർ കുറഞ്ഞപ്പം നമുക്ക് ആ പവറിനെ ഒന്ന് സോൾവ് ചെയ്യാം. പവർ ഇല്ലാത്തതിനെ
നമ്മൾ ആ പവറിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കണ്ണ് ഉപയോഗപ്പെടുത്തുക അല്ലേ. ശരിക്കും കണ്ണിൻ്റെ പവർ കുറഞ്ഞു നമുക്ക്. അപ്പോൾ അത് മാറ്റി തരുന്നത് ഈ കണ്ണടയാണ്. അപ്പോൾ ഈ കണ്ണട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറവിനെ മാറ്റി നമ്മളെ ആ നിറവിലാക്കുക അല്ലേ, യോഗ്യതയിലാക്കുക. അതാ കണ്ണ് കൊണ്ട് കാണാവുന്ന രീതിയിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണേ, ശരിക്കും ഈശോ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും എല്ലാം മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. ഇപ്പോൾ ക്ലാരമ്മയുടെ കണ്ണിന് പവർ കുറയും, ഞാനും കണ്ണാടി വെച്ചിരിക്കുക. നമ്മുടെ കണ്ണിൻ്റെ പവർ കുറയുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ നമുക്കിപ്പോൾ ഈ കണ്ണട വേണം ഇല്ലേ. ഈ കണ്ണട ഇല്ലാതെ നമ്മുടെ ആ കുറവ് നമ്മളിൽ തന്നെ നിലനിൽക്കുക അല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇതുപോലെ നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള ബലഹീനതകളും കുറവുകളും നമ്മുടെ കഴിവുകേടുകളും എല്ലാം മാറുകയാണ്. അതാ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഞാൻ ചെയ്തവയേക്കാൾ കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനത്തിലൂടെ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ കുറവുകളെ നിറവാക്കി തരാൻ കഴിവുള്ള ദൈവം പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവം, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ പവർ നിറഞ്ഞവരാകുക, ശക്തി നിറഞ്ഞവരാകുക. ശക്തി എന്ന് പറഞ്ഞാൽ ആത്മീയ ശക്തിയും ജ്ഞാനവും എല്ലാം നമുക്ക് കിട്ടും. അത് ഈ കണ്ണാടി നമ്മൾ കുറവിൽ നിറവാക്കി തരുന്നത് പോലെ ആത്മാവിൻ്റെ ഐക്യം നമ്മളിൽ, ആ ശക്തിയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണം അല്ലേ. ചേർന്ന് നിന്നില്ലേ പറ്റില്ലല്ലോ. ഈ കണ്ണാടി നമ്മുടെ മൂക്കിനും മോളി വെച്ചില്ലെങ്കിൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടെന്നും പറഞ്ഞ് ഇതിപ്പോൾ ഈ മേശപ്പുറത്ത് ഇപ്പം എൻ്റെ കണ്ണട എടുത്തിട്ട് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചാൽ എനിക്ക് ക്ലിയർ ആയിട്ട് ക്ലാരമ്മയുടെ മുഖം പോലും കാണാൻ പറ്റില്ല ഇല്ലേ. അപ്പം ഞാനിത് വെക്കണം, വെച്ചാലേ എൻ്റെ കുറവ് മാറ്റി കിട്ടി, ആ കുറവ് മാറി അതനുസരിച്ച് എനിക്ക് വായിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഞാൻ കടന്നു വരണം. ആ പരിശുദ്ധാത്മാവ് എന്നോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഒന്നാകണം, എൻ്റെ ആത്മാവിൽ ആ ലയനം നടക്കണം. അപ്പോഴാണ് ആ ഈശോയുടെ സാന്നിധ്യമാണ് നമുക്ക് ശക്തി പകർന്നു തരുന്നത്. ഇപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം ഇപ്പം ക്ലാരമ്മ വായിച്ചിട്ട് വെച്ചേക്കുവാണോ ഇങ്ങടുത്ത്, അതിനകത്തുണ്ട്. അതായത് ഈശോയുടെ സാന്നിധ്യം കൊണ്ട് തിരിച്ച് അറിയുന്നതും. ഇപ്പം നമ്മൾ ക്ലാരമ്മ ഇപ്പോൾ ഒരുങ്ങാൻ നേരത്ത് കണ്ണാടി നോക്കിയില്ലേ, അല്ലേ, അത് കണ്ണടയല്ല, അത് കണ്ണാടിയാ. അതെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളെ ആകെ മൊത്തം ഒന്ന് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണാടി ഇല്ലെങ്കിൽ, ഈ മിറർ ഇല്ലെങ്കിൽ ക്ലാരമ്മയെ കാണാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ അല്ലേ. ശരിക്കും ഇപ്പം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ, ഇനി മരിക്കുന്നത് വരെ എൻ്റെ പുറകെ എനിക്ക് കാണാൻ പറ്റുമോ? മുൻപ് തന്നെ നമുക്കിങ്ങനെ കണ്ണെത്തുന്നിടത്ത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമെന്നേ ഉള്ളൂ. പക്ഷേ എന്നെ മുഴുവനായിട്ട് കാണുന്നത് ശരിക്കും മറ്റുള്ളവരെ എന്നെ കാണുള്ളൂ. അപ്പം ഈ കണ്ണാടി നമുക്ക്, ഈ മിറർ നമ്മളെ സഹായിക്കുന്ന എന്തിനാ? നമ്മളെ കാണാൻ, നമ്മളെ സ്വയം നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമ്മുടെ രൂപം എങ്ങനെയല്ല, നമ്മളെങ്ങനെയാണ് ഇരിക്കണേന്ന് കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ പ്രതിബിംബം നമ്മുടെ കാണുക അല്ലേ. അപ്പം നമുക്ക് കാണാം നമ്മളേതാണ്ട്. പക്ഷെ 10 കണ്ണാടി നോക്കിയാൽ 10 തരത്തിലേ ഇരിക്കും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏതാണ്ട് ഒരു കോൺഫിഡൻസ് വരും. അതെ, കണ്ടു കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന് നമുക്ക് കണ്ണാടിയിലൂടെയാണ് നമ്മളെ കാണുന്നത്. ഇതുപോലെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയും. നമ്മൾ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ ആ ഈശോയുടെ സാന്നിധ്യമാണ് ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പറയുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വരുമ്പോൾ നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയും. സാവൂള് ഈശോയുടെ സാന്നിധ്യം വന്നു, ഈശോയുടെ ശബ്ദം കേട്ടു ഇല്ലേ, ഈശോയെ പീഡിപ്പിക്കുന്ന എന്തിനാ, ആ ശബ്ദം കേട്ടു. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം വന്നപ്പോൾ പൗലോസ്ലിയ സ്വയം തിരിച്ചറിഞ്ഞു, മാനസാന്തരത്തിലേക്ക് വന്നു. അതുപോലെ സക്കേവൂസ് കണ്ണാടി പിടിച്ചു. സക്കേവൂസിൻ്റെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം അല്ലേ, 19 നമ്മൾ വായിക്കുന്നുണ്ട്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ ചെല്ലുന്നുണ്ട്.
സക്കേവൂസിന് പൊക്കം കുറവായിരുന്നു, മരത്തെ കയറി ഇരുന്നു. ഈശോ വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നു. അപ്പോൾ അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ 19-ാം അധ്യായം 8 മുതൽ നമുക്ക് വായിക്കാം, അല്ല 7 മുതൽ വായിക്കാം. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നില്ല. അതായത് ഈശോ സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മറ്റുള്ളവർ പറയുവാണ്. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അപ്പം സക്കേവൂസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സക്കേവൂസിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ലെവല് അതെന്താണെന്ന് സക്കേവൂസിന് മനസ്സിലായി. അപ്പോൾ സക്കേവൂസിനെ തന്നെ കാണുകയാണ് അവൻ്റെ പ്രവൃത്തി. അതാ ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് ബോധ്യമായി. അത് ഞാൻ തിരിച്ചു കൊടുക്കുക. അത് എത്രയായിട്ടാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? എത്ര ഇരട്ടിയാണ്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ മാനസാന്തരത്തിൻ്റെ പശ്ചാത്താപം അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വയം കാണുക, ഞാൻ ആരാ. അതിനു മുമ്പ് ഈ ചുങ്കമ്പ് എല്ലായിട്ടും നിന്ന മനുഷ്യൻ വേറൊരു ജീവിതാവസ്ഥയിൽ പാപത്തിലാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞു, സ്വയം തിരിച്ചറിയുക. അപ്പം നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വല്ല ചെളിയിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിരിക്കണ്ടേ നമുക്ക് കാണാൻ പാടില്ലേ? അപ്പം നമ്മളതെടുത്ത് തൂത്ത് കളയും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ കണ്ണാടിയിൽ അത് കണ്ടു, നമ്മളെ തന്നെ കണ്ടു. നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചുളുങ്ങിയിരിക്കണം, അല്ലെ ഡ്രസ്സിൽ ഇച്ചിരി എന്തെങ്കിലും അഴുക്കിരിക്കുന്നു. അപ്പോഴാണ് നമ്മളത് മാറ്റിയിട്ട് നല്ലത് ധരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം വരുന്നത്. അപ്പം ഇതുപോലെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ എടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ പറ്റും. ഞാൻ ആരാ? എൻ്റെ ആത്മീയതയുടെ അല്ലെങ്കിൽ ആ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണോ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? അതോ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാണോ എൻ്റെ കുടുംബത്തിൽ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ മക്കളെ? അപ്പോൾ ഒരു പാപബോധം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധം ഉണ്ടാകും നമുക്ക്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം നമ്മളിൽ ഈ പാപബോധം ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ സക്കേവൂസ് തിരിച്ചറിഞ്ഞു ഞാൻ ആരാന്നുള്ളത്. അതിൻ്റെ പരിഹാരവും സക്കേവൂസിന് അപ്പം തന്നെ ചെയ്തു. ഞാൻ വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയാനുള്ള ഒരു വേദിയാണ്. അതുപോലെ നമ്മൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഇല്ലേ? വചനം നമ്മുടെ മജ്ജയിലും മാംസത്തിലും തുളച്ച് കയറി അതിനെ വിവേചിക്കുക. അപ്പം നമ്മൾ ആരാണ് എന്നുള്ളത് വചന ഊർജ്ജസ്വലമുള്ളതാണ്. അത് ഇരുതല ആളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് തുളച്ച് കയറുക. അപ്പം ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്, നമ്മുടെ വൈകാരിക തലം അല്ലെ നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിവ് കിട്ടുക. അപ്പം ആ തിരിച്ചറിവിന് ദൈവീക വചനം ഈശോയാണല്ലോ. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മാത്രമേ, അല്ലെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ പാപബോധം ഉണ്ടാവും. ലോകത്തെക്കുറിച്ചും അന്തിമ വിധിയെക്കുറിച്ചെല്ലാം നമുക്ക് ബോധം കിട്ടണമെങ്കിൽ ഇത് വരണം. അപ്പം അതുപോലെ തന്നെ സക്കേവൂസിന് മാറ്റം വന്നു. സക്കേവൂസ് അപ്പോഴാണ് പറയുന്നത് 4, അപ്പോഴാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവിച്ചു. സക്കേവൂസ് ആരാണെന്ന് സക്കേവൂസിന് തന്നെ തിരിച്ചങ്ങോട്ട് ബോധ്യം കിട്ടുക. ഞാനിപ്പോൾ ആരാ? അത് ഈശോയുടെ ആ സാന്നിധ്യം അവനിലേക്ക് കടന്നു വന്ന് അവന് വെളിപ്പെട്ട് കിട്ടുക. ഞാൻ ഇത്ര നാളും ജീവിച്ച വഴികൾ ശരിയായില്ല, അത് തിരുത്താൻ തയ്യാറാകുമ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഈശോയെ കണ്ടു, മുട്ടി, ഈശോയെ വീട്ടിലേക്ക് ഈശോ വന്നു. സക്കേവൂസിൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ പ്രവേശിക്കുക. ആ ലയന, ആ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയുക സക്കേവൂസ്. അപ്പോൾ സക്കേവൂസ് തിരിച്ചറിഞ്ഞു ഞാൻ ആരാണെന്ന്. മനസ്സിലായി എന്നിൽ എവിടെയാണ് കറയിരിക്കുന്നത്, കളങ്കം ഇരിക്കണതെന്ന്. സക്കേവൂസ് അത് ഏറ്റു പറഞ്ഞു. അതിനുള്ള പരിഹാരം ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് അത് പറഞ്ഞു. ഹൃദയത്തിൽ തോന്നിയത് സക്കേവൂസ് അതരത്തിലൂടെ വിളിച്ചു പറഞ്ഞു. ഞാൻ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഫുൾ ഒരു ഒരു ചേഞ്ച്, ഒരു ടോട്ടലി ചേഞ്ച്ഡായി ആ വ്യക്തിത്വം. അപ്പോൾ ഈശോ പറയുക, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 16:31 വായിക്കുമ്പോൾ കാണുന്നില്ലേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
അപ്പം ഒരാളാ വിശ്വസിച്ച്, ആരാ? സക്കേവൂസ്. സക്കേവൂസിൻ്റെ ഭാര്യയും പിള്ളേരും വിശ്വസിച്ചെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈശോയുടെ വചനം എന്താ പറഞ്ഞേക്കണേ? കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അതെ, നോഹയുടെ കുടുംബം, നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, പെട്ടകം പണി ദൈവം പറഞ്ഞത് അനുസരിച്ചു, വിശ്വാസമുണ്ട്, അനുസരിച്ചു. അപ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. അപ്പം ആ കുടുംബത്തിൽ, അപ്പം നമ്മൾ ശരിക്കും വീട്ടമ്മമാരല്ലേ, നമുക്കിപ്പോൾ കൊച്ചുമക്കളുണ്ട്, കുടുംബമുണ്ട് അല്ലേ? അപ്പം ശരിക്കും ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ നമ്മളങ്ങോട്ട് വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിച്ച് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആ യേശുവിൻ്റെ സ്നേഹത്തിൽ, ആ ഈശോയുടെ സ്വഭാവത്തിലേക്ക്, ഈശോയുടെ തിരിഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബവും ഈശോ നമ്മുടെ വീട്ടിൽ വരുമല്ലേ? ഈശോ വീട്ടിലേക്ക് വരും. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന്, നമ്മുടെ കൂടെ ഈശോ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ഇരിക്കണം, ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈശോ വസിക്കുന്ന ആലയമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഈശോ ഉണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവിലേക്ക് വരുക. ഈ കണ്ണാടി ഇപ്പം നമ്മളെ സഹായിക്കുന്ന പോലെ ഈശോയുടെ സാന്നിധ്യം നമ്മളെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ കണ്ണട വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മുടെ കുറവിനെ മറികടന്നുകൊണ്ട് നമുക്ക് വ്യക്തത കിട്ടുക, നല്ല വ്യക്തത. അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ തെറ്റേതാ ശരിയേതാ, ആത്മീയമായ വ്യക്തത കിട്ടും. അത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 7 അതായത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? അഥവാ നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. അപ്പം ശരിക്കും തടിക്കഷ്ണം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച മങ്ങിയിരിക്കുക. അതെ, തടിക്കഷ്ണത്തിൻ്റെ അപ്പുറത്തോട്ട് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ വേറൊരാളുടെ കയ്യിലെ കുറവും പാവവും വിളിച്ചു പറയുക, നീ അങ്ങനെയാ, നീ ഇങ്ങനെയാ. വീട്ടിലുള്ളവരുടെ നമ്മൾ ജീവിത പങ്കാളിയോട് പറയല്ലേ, നിങ്ങളുടെ സ്വഭാവം മാറ്റ് അല്ലേ, നിങ്ങളുടെ ദുശീലം മാറ്റ്. മറ്റുള്ളവരെയാണ് നമ്മളെപ്പോഴും പഴിയായിരിക്കൊണ്ടിരിക്കുക, കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിലിരിപ്പാ മോശം, നിങ്ങൾ നന്നാകുന്ന നമ്മൾ പറയണത്. പക്ഷേ ഈശോ പറയുകയാണ്, നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം, അതായത് നീ വ്യക്തതയിൽ കാണണം. ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ല പെരുമാറുന്നത് അങ്ങനെ എന്നുള്ളത്, ആ ശീലം എന്തുകൊണ്ട് അങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വരണം. ആത്മാവിൻ്റെ അഭിഷേകം അത് നമ്മളിലുണ്ട്, നമ്മളത് തിരിച്ചറിഞ്ഞ് ഉജ്ജ്വലിപ്പിക്കണം അത്. അപ്പോൾ ഈ ആത്മീയ ശക്തി, ആ സ്നേഹം, അതൊരു പവറാണ്. ഈ പവർ നമ്മളിൽ വരുമ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി അല്ലെ മക്കൾ അല്ലെ മറ്റുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, അങ്ങനെ സംസാരിച്ചു, അങ്ങനെ പ്രവർത്തിച്ചു. അപ്പോൾ അവരെ വെറുക്കാതെ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ നമ്മുടെ കുറവ്, നമ്മുടെ തടിക്കഷ്ണം കണ്ണിലുണ്ട്, അത് മാറ്റണം. അപ്പം നമ്മളിലുള്ള മറയായിട്ടുള്ളതിനെ, പാപത്തിൻ്റെ മാലിന്യങ്ങളെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഈ ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴേ അവരെ സ്നേഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തലും പിറുപിറുക്കലും വഴക്കും വയ്യാവേലിയായിട്ട് കഴിഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കണ്ണാടി തന്നെ നോക്കിയേ, ഇത് പൊട്ടിയത് കൊണ്ട് ഇത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ? പൊട്ടിയത് കൊണ്ട് കാണാൻ പറ്റുമോ? നമുക്ക് കാണത്തില്ല, വ്യക്തത കിട്ടൂല, പലതും പലതായിട്ടിരിക്കും അല്ലേ. ഇനി ഇതിനകത്ത് നിറച്ച് ചെളി ഇരുന്നാലോ? അന്നേരം നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ കണ്ണാടിയിലെ മിററിനകത്താണെങ്കിലോ കാണാൻ പറ്റും. കണ്ണാടിയിൽ ചെളി ഇരുന്നാൽ കാണാൻ പറ്റും. കണ്ണാടിയിൽ ചെളി ഇരുന്നാൽ നമ്മുടെ രൂപം അവ്യക്തമായി പോകും അല്ലേ, നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റിയല്ല. അപ്പം ഇതുപോലെ അതുകൊണ്ടാണ് ഏശയ്യ 59:1 മുതൽ, അപ്പം അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏശയ്യയുടെ പുസ്തകം 59:1 മുതൽ നമ്മൾ വായിക്കുമ്പോഴതിന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഒരു മറ വന്നു അവിടെ.
അപ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കും ദൈവത്തിനും ഇടയ്ക്കൊരു മറ, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഈശോ ഇവിടെ വചനം പറയുകയാണ്, അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അപ്പം ഈ കണ്ണടയിൽ അഴുക്ക് പറ്റിയിരുന്നാലും നമ്മൾ അതിങ്ങനെ വെച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, വ്യക്തത പറ്റില്ല. അപ്പോൾ ക്ലീൻ ആയിരിക്കണം അല്ലേ, നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണല്ലോ എടുത്ത് കണ്ണട വയ്ക്കുന്നത്. അതുപോലെ മിറർ എടുത്താലും നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എടുത്താലും അതിനകത്തേക്ക് ചെളിയോ അല്ലെങ്കിൽ മാലിന്യം എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വ്യക്തതയിൽ അത് കാണാൻ പറ്റില്ല. അപ്പം നമുക്കാണ് കുറവ് വരും, നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്കും ദൈവത്തിന് ഇടയിൽ ഒരു മറ എന്ന് പറയുന്നത് പാപത്തിൻ്റെയാണ്, മാലിന്യം, ദൈവികമല്ലാത്തതല്ല, ദൈവഹിതത്തിനെതിരായിട്ടുള്ളതല്ല, നമുക്ക് പാപത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ഇത് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും വ്യക്തതയിൽ കാണാൻ പറ്റില്ല, നമ്മളെയും വ്യക്തതയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം രണ്ട് രീതിയിലും മറ അവിടെ വന്നു പോകുക. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ, കാരണം ഇനിയുള്ള കാലം ഇപ്പം നമ്മൾ കണ്ണാടി വെക്കും, കണ്ണിൻ്റെ പവർ നമുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇതുപോലെ ആത്മീയമായ ഒരു പവറിലേക്ക് നമ്മൾ ഇനി ഈ ആധുനിക യുഗത്തിൽ വരണം. ഈശോയുടെ രണ്ടാം വരവൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഈ തിരിച്ചറിയണം, ഞാൻ ആരാണ്, എന്നിലുള്ള കുറവുകൾ എന്താണ്, എൻ്റെ ദൈവവും ഞാനും തമ്മിൽ ഒന്നായിട്ട് ആ ആത്മീയ ലയനത്തിൽ ആകാതെ ഇരിക്കാനുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞിട്ട് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. കാരണം നമുക്ക് ഈശോയോട് പറയണം, ഈശോയെ നീ എൻ്റെ അടുത്ത് വേണം, നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിവില്ല, ഇവിടെ പവർ കുറച്ച് പോയിരിക്കുക. ഇപ്പം കണ്ണാടി കയ്യിലില്ലാതെ എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. നമുക്കില്ല, നമ്മളിൽ ആ ഒരു ശോഷിപ്പ് കുറഞ്ഞു. അപ്പം നമ്മൾ ചെറുപ്പത്തിലെ പോലെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മളത് തിരിച്ചറിയണം, എനിക്ക് കുറവുണ്ട് ഈശോ, എനിക്ക് കുറവുണ്ട്, പക്ഷെ നീ വന്നാൽ ഞാൻ നിറവാകും. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെയാണേലും നമുക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട്. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഈശോയുടെ തിരികീതം അനുസരിച്ചാണോ അല്ലയോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം ഈ കുറവ് മാറ്റാൻ എനിക്ക് സ്വയം പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ആരാന്ന് തിരിച്ചറിയുമ്പോഴേ എനിക്കത് തിരിച്ചറിവ് കിട്ടുള്ളൂ. മറ്റേ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാനെല്ലാം ചെയ്യാം, ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നടത്തണേ എന്നുള്ള തൻ്റെ ഇടം നമ്മുടെ മനസ്സിലിരിക്കണേ അല്ലേ. പക്ഷേ ഈശോ നമ്മളിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നേ. അപ്പം ഈ ആത്മീയമായ കൃപ നമ്മളിലേക്ക് വന്ന്, ഇതൊരു കൃപയാണ്. ഈശോ പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി, ഇത് കൃപയാണ്. അപ്പം ഈ കൃപ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിൽ തന്നെ നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, നമ്മുടെ ജോലി ഞാനാണ് ചെയ്തു തീർക്കണത് എല്ലാം. എൻ്റെ ജോലി ഒഫീഷ്യലായിട്ടും വീട്ടിലെ കാര്യങ്ങളായാലും ഞാനാണ് എല്ലാം ചെയ്തു തീർക്കണമെന്നുള്ള നമ്മുടെ ഒരു തൻ്റെ ഇടം, ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് അതിനൊരു ഈഗോ എന്ന് പറയാം അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മളില്ലെങ്കിൽ ഈ വീട് പോകുന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മളിലൂടെ നമ്മുടെ ഈശോയുടെ സ്നേഹം, ആ ഈശോയാണ് നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തി എല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി നമുക്ക് തിരിച്ച് തരുന്നത്. പക്ഷെ ഇത് എന്നിലൂടെ എൻ്റെ ഈശോയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയാൻ ഈ ആത്മീയ കൃപ എനിക്ക് വേണം. ഈ കൃപയില്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ അഹങ്കരിക്കുക, എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, ഞാനാണ് നിശ്ചയിക്കുന്നത്, ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടം പോലെ ഈ വീട്ടിൽ നടക്കുള്ളൂ. ഇതൊക്കെ ഞാൻ എൻ്റെ ഈശോയുടെ ആ കൃപ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ കൃപ എന്നിൽ വന്നു കഴിയുമ്പോഴാണ് എൻ്റെ പൊസിഷൻ, ഞാൻ ആരാ, എൻ്റെ കഴിവുകേട് എന്താണെന്ന്, നന്മ തിന്മകൾ എന്നിലുള്ളതിനെ തന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ അന്യനെ നമ്മൾ വിധിക്കാതെ ഇരിക്കണമെങ്കിൽ, പരസ്നേഹത്തിൽ നമ്മൾ ഒന്നായിട്ട് നിൽക്കണമെങ്കിൽ ഈ ആത്മീയ കൃപ നമുക്ക് വേണം. കാരണം അവരായിരിക്കുന്ന അവസ്ഥയിൽ ഈശോ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കണ്ടേ. ഇപ്പം നമുക്ക് സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. വീട്ടിനകത്ത് മക്കളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റുന്നില്ല, മരുമക്കളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയെ ശരിയായ വിധം സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈശോ ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് വന്ന് അവർക്ക് നമ്മളിൽ നിന്ന് സ്നേഹം ഒഴുക്കി കൊടുക്കണം. സ്നേഹം ഒഴുകണം നമ്മിൽ നിന്ന്. സ്നേഹം വാക്കാലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. ആ പ്രവൃത്തിയിലൂടെയും നോട്ടത്തിലൂടെയും സകല പെരുമാറ്റത്തിലൂടെയും ഈ ദൈവിക സ്നേഹവും ആ ഒരു ലാളിത്യം, ഒരു എളിമയുണ്ടല്ലോ, അതിങ്ങനെ ഒഴുകി വരുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കും.
ഇതിപ്പോൾ വീട്ടിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ 4 തരത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് തിരിച്ചു പിടിക്കണം. ഇപ്പം മാതൃവേദിയുടെ ഇതിന് പോകുമല്ലേ, ഇടവക ദിനമൊക്കെ ആഘോഷിക്കുവാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ മാതൃവേദിയിലുള്ള അമ്മമാരൊക്കെ ഇതുപോലെ തിരിച്ചറിയണം, ഞാൻ ആരാണ്, എൻ്റെ കഴിവുകേട്, എൻ്റെ ആത്മീയ പവർ, അല്ലെ ഈശോയുടെ സാന്നിധ്യം എന്നിൽ, ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് കർത്താവിൽ ആനന്ദിക്കണം. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം മാർക്കംകളിയൊക്കെ കളിച്ചെന്നാലും അടിപൊളിയായി എല്ലാവരും പ്രശംസിച്ചു, അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത് ഇച്ചിരി കഴിഞ്ഞേച്ച് എല്ലാം കഴിഞ്ഞേച്ച് ഡ്രസ്സ് മാറി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉള്ള സന്തോഷത്തിന് വേറെ മുഴുവൻ പോകും. പക്ഷേ എന്നും 24 മണിക്കൂറും ഒരേ സ്നേഹത്തിലും സന്തോഷത്തിലും ആത്മീയ ആനന്ദത്തിൽ നിൽക്കണം. ഇത് നിൽക്കണമെങ്കിൽ ഈശോ നമ്മളിൽ വേണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയണം. ഇത് ദാഹിക്കണം, എപ്പോഴും ചോദിക്കണം. കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും വചനമൊക്കെ ഇച്ചിരി നേരം കിട്ടുമ്പോൾ എടുത്തു വെച്ച് ഇപ്പോൾ വായിക്കുമായിരുന്നു, അല്ലെ, നല്ല സ്വഭാവം. അപ്പോൾ ഇതൊക്കെ വായിക്കണം നല്ലതായിട്ട്. ആ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകും, എല്ലാവരെയും മനസ്സിലാകും, എല്ലാവരെയും സ്നേഹിക്കാനും പറ്റും. അപ്പം മഴയൊക്കെ പോയിന്ന് തോന്നുന്നു. ഇനി അവർ വന്നില്ല, ഇത്രയും നേരം വന്നില്ല. നേരത്തെ ഞാനങ്ങ് ഒരുങ്ങി നിൽക്കുകയായി ചെയ്തത്, അതല്ലേ, അങ്ങ് പോലോന്ന്. അപ്പം ഇത് ഇനി ഈ കണ്ണാടിയൊക്കെ കാണുമ്പോൾ ഓർക്ക് ആത്മീയ ശക്തി കൊണ്ട് ഞാൻ നിറയണം. ചേച്ചി വന്നുകൊണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനും പറ്റി. കണ്ണാടികളാണ് ഞാൻ ഈ മഴ കാരണേ ഇവിടെ വന്നപ്പോൾ പിന്നെ ക്ലാരമ്മയുടെ ഷൗട്ട് ചെയ്തുള്ള ഒച്ച കേട്ട്. അപ്പം ഞാനോർത്ത് അവിടെ പോകുന്ന വഴി ഇനി പള്ളിയിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാതായാലും നല്ല കാര്യം. ഈ ഡ്രസ്സ് ഇരിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇനി ഈ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ പണ്ടത്തെ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് കൊള്ളാം കേട്ടോ, സുന്ദരിയായിട്ടായിരിക്കും. സന്തോഷം. ചേച്ചി ഒന്നും കുടിച്ചില്ലല്ലോ, ഒരു ചായ എടുക്കട്ടെ? ചായ ഇനിയിപ്പോൾ ചായ ഒന്നും എടുക്കണ്ട, അവരിങ്ങ് വരൂല്ല, ഇപ്പം വന്ന് കാണുമായിരിക്കും, താഴെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ശരി ക്ലാരമ്മേ, നന്നായിരിക്കട്ടെ, നന്നായിട്ട് പോയി പെർഫോം ചെയ്യുക.